കൂടെ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളെ കിടക്കാം. ആദ്യത്തേത് ഓക്കെ, 8 and 1/2 + 4 and 2/7 = 5 and 1/2 + ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെന്താ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കി, ഇവിടെ 8 and 1/2 ഉണ്ട്, ഇതിൻ്റെ അപ്പുറേ ഒരു 5 and 1/2 ഉണ്ട്. ഈ 1/2 ഈ 1/2 കൂടെ മൈനസ് ചെയ്ത് 0 ആയി പോകും. ഇനി ഇവിടെ 8 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 8 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. ഈ 3യും 4 and 2/7 കൂടി കഴിഞ്ഞാൽ 4 3 7 7 and 2/7 തൊട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലിയർ ആയോ? ഇതെടുക്കണം നമ്മുടെ ആൻസർ. അടുത്തത് 2176 - 56 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഡിവൈഡഡ് ബൈ 64 = 20. ഓക്കെ, ഈ ഡിവൈഡഡ് ബൈ 64 അത് ഇതിവിടെ വരും, ഡിവൈഡഡ് ബൈ 64. നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇവിടെ നിന്ന് വെട്ടാളെല്ലാം വെട്ടിയിട്ട് ഇതിനെ അങ്ങോട്ട് വിടാം, അല്ലെങ്കിൽ ഇതിനെ നേരെ അങ്ങോട്ട് വിട്ടിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് നേരെ ഇതിനെ അങ്ങോട്ട് ഇടാം. അപ്പോൾ എന്ത് കിട്ടും? 64 × 2 ചെയ്താൽ 128 വരും. അപ്പോൾ 12 80 കിട്ടും. അവിടെ ഇവിടെ ഒരു 2176 ഉണ്ട്, -56x ഉണ്ട്. ഇത് അങ്ങോട്ട് ഇടാം. അപ്പോൾ ഇവിടെ 56x വരും, അല്ലെങ്കിൽ 56 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് വരും. 12 80 അങ്ങോട്ട് കുറയ്ക്കണം. 2176 നിന്ന് 1280 കുറയ്ക്കണം. നോക്കി, 1280 കൂടെ ഒരു 6 കൂട്ടിയാൽ അത് 1286 ആവും. 1286 കൂടെ ഒരു 90 കൂട്ടി കഴിഞ്ഞാൽ അത് 1376 ആവും. 1376 കൂടെ ഒരു 800 കൂട്ടി കഴിഞ്ഞാൽ അത് 2176 ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 896 = 56x. ഈ 56 അങ്ങോട്ട് വിട്ടുക. 56 89 ഒരു തവണയേ പോകത്തുള്ളൂ. ബാക്കി എത്ര വരും? 56ഉം 3ഉം 59, പിന്നെ ഒരു 3ഉം കൂടെ. 336 56 എത്ര ഉള്ളൂ? 56 × 6 ചെയ്ത് കഴിഞ്ഞാൽ 300, 36, 336. അപ്പോൾ 16 കിട്ടും നമ്മുടെ എക്സ്, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സംതിങ് പെർസെൻറ്റേജ് ഓഫ് 152/19 × 45 = 126. നമ്മുടെ ഈ ബോട്ട്മാസ് റൂൾ അനുസരിച്ച് ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ. ഇപ്പോൾ 152/19 ചെയ്താൽ നമുക്ക് 8 കിട്ടും. കാരണം 19 8 152. നോക്കി, 80 72 152. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി? ക്വസ്റ്റ്യൻ മാർക്ക് പെർസെൻറ്റേജ്, അതായത് ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് എക്സ് കൊടുക്കാം. x/100 × 8 × 45 = 126 എന്ന് പറഞ്ഞു. ഇത് സോൾവ് ചെയ്ത് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിയേ, 126 6 2 8 9 5 4 9 2 നമുക്ക് 9 വെച്ച് കൂട്ടാൻ പറ്റും. ഇവിടെ 9 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 5 വരും, ഇവിടെ 9 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 14 വരും. 14 × 9 ആണ് 126. നോക്കി, 90 36 126. ഇനി ഈ 5 താഴത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ എത്ര വരും? 20 വരും. ഇവിടെ 4 വെച്ച് കൂട്ടിയാൽ 2 വരും, ഇവിടെ 5 വരും. 2 അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ എത്ര വരും? 7 വരും. 7 × 5 ചെയ്താൽ 35 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അടുത്തത് 5/8 of 4/9 of 3/5 of 6 5 4. ഓക്കെ, ഇവിടെ നോക്കി, ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണെന്ന് വിചാരിച്ചാൽ മതി. 4 ഇങ്ങോട്ട് വിട്ടിക്കഴിഞ്ഞാൽ 2 വരും, 3 ഇങ്ങോട്ട് വിട്ടിക്കഴിഞ്ഞാൽ 3 വരും, 5ഉം ഇതും പോവും. ഓപ്ഷൻസിലെല്ലാം ഹോൾ നമ്പേഴ്സാണ്, അപ്പോൾ ഇത് കൃത്യമായിട്ട് വെട്ടിപ്പോവും. ഇനി ഇവിടെ വേറെ ഒന്നും ബാക്കിയല്ലോ. 3 2 6, ഇതിന് 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1 6 6, 54 0 9 109 എന്ന് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 24 × സംതിങ് സ്ക്വയർ -7 × 8 = 3400. -7 × 8 7 56, മൈനസ് അങ്ങോട്ട് കഴിഞ്ഞാൽ പ്ലസ് ആവും. അപ്പോൾ ഇത് 34 56 ആവും. ഇനി ഇവിടെ 24 × സംതിങ്ങിൻ്റെ സ്ക്വയർ അല്ലേ, ഇത് നമുക്ക് 24 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഒന്നുകിൽ ഒറ്റയടിക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസറുകളെല്ലാം ഹോൾ നമ്പേഴ്സാണ്, അപ്പോൾ എന്തായാലും വെട്ടിപ്പോവും. അപ്പോൾ നമുക്കത് 8 വെച്ച് വെട്ടാം. 8 വെച്ച് വെട്ടി ഇവിടെ 3, ഇവിടെ 8 വെച്ച് വെട്ടി കഴിഞ്ഞാൽ 4 8 32, പിന്നെ 2 3 8 24, 1 8 2 16. 432/3 എത്ര കിട്ടും? 1 3 3, പിന്നെ 4 3 12 1 4 3 12 144 കിട്ടും. 144 = സംതിങ് സ്ക്വയർ. എന്തിൻ്റെ സ്ക്വയറാണ് 144? 12ൻ്റെ അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത് 5760/45 × 15 = എത്രയാണ്? 5760/45. അപ്പോൾ 45 ഇവിടെ വരും, 15 മേളിൽ വരും. 15 ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 3 വരും. 3 മേളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ 1 3 3, പിന്നെ 2 3 27 2 1920 എന്ന് നമ്മുടെ ആൻസർ. അടുത്തത് 12% 5/6 of 31/29 of 58 = എത്രയാണ്? നമ്മുടെ ഓപ്ഷൻസിലെല്ലാം പോയിൻ്റ് കിടക്കുന്നുണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് വെട്ടിപ്പോകത്തില്ല. ഓക്കെ, ഇനി നോക്കി, 29ൻ്റെ ഇരട്ടിയാണ് 58, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 2 വന്നു. 2 ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 3 വരും, 3 ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 4 വരും. 4% എന്ന് പറഞ്ഞാൽ 1/25. ഇനി മേളിൽ എന്തെങ്കിലും ഉണ്ടോ? 31 ഉണ്ട്, 5 ഉണ്ട്. 5 ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 5. 31/5 എത്ര കിട്ടും? 6 5 30, പിന്നെ 1
6.2 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഇതാണ് കിടക്കുന്നത്. അടുത്തത് 20% ഓഫ് 510 മൈനസ് 15% ഓഫ് 240 കിലോ എത്രയാണ്? 20% ഓഫ് 510, 510ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 50 വേണം. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ ഇരട്ടി, അതായത് 102. ഇനി 15% ഓഫ് 240, 240യുടെ 10% എത്രയാണ്? 24. അപ്പോൾ 240യുടെ 5% എന്ന് പറഞ്ഞാൽ 10% പകുതി, അത് 24 പകുതി, അതായത് 12. കൂട്ടി കഴിഞ്ഞാൽ എത്രയോട്? 36 കിട്ടും. 102 നിന്ന് 36 വരാം. 102 നിന്ന് 30 പോയി കഴിഞ്ഞാൽ 72 കിട്ടും. 72 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 66 കിട്ടും നമ്മുടെ ആൻസർ. ഇത് കിടക്കുന്നു. അടുത്തത് 35 × 2 + 55 × 2 മൈനസ് 15 × 3 × 5 കിലോ എത്രയാണ്? നോക്കി, ഇതും പോവും. 15 × 5 ചെയ്താൽ 75 എന്ന് കിട്ടും. 55 × 2 ഇല്ലേ, അത് ചെയ്ത് കഴിഞ്ഞാൽ 110 എന്ന് കിട്ടും. 35 × 2 ചെയ്താൽ 70. അപ്പോൾ നോക്കി, 70 + 110 മൈനസ് 75 കിലോ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 70 നിന്ന് 75 പോയി കഴിഞ്ഞാൽ -5, 110 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 105 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. അടുത്തത് 24/4 × 3 + 3/2 കിലോ എത്രയാണ്? 24/4 ആദ്യം ചെയ്യണം, പിന്നെ 3 + 3/2 ചെയ്യണം, എന്നിട്ടാണ് അത് 2 ഇൻറ്റു ചെയ്യാനായിട്ട്. 24/4 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 3 3 6, 6നെ പൊതുവെ എടുത്താൽ 3 കിട്ടും. 3 6 18 നമ്മുടെ ആൻസർ. അടുത്തത് അപ്രോക്സിമേറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കുക. ഓക്കെ, 20% ഓഫ് 200, 200ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 20, അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി 40. %% ഓഫ് 280, അവിടെ നിൽക്കട്ടെ, ഈക്വൽ ടു 150. ഈ 40 അങ്ങോട്ട് ഇടുക, അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 1 ടൺ ആവും. 1 ടൺ ഈക്വൽ ടു %% ഓഫ് 280. %% ഇവിടെ by 100 ഇടുക, ഇതും പോവും. അപ്പോൾ 28/10 %* × 28/10 ഈക്വൽ 1 ടൺ എന്ന് കിട്ടും. ഇത് അങ്ങോട്ട് ഇടുക, അപ്പോൾ ഇത് 1100 ആവും by 28. ഒരു 4 വെച്ച് വെട്ടി കഴിഞ്ഞാൽ ഇവിടെ 7 വരും. ഇവിടെ 4 വെച്ച് വെട്ടി കഴിഞ്ഞാൽ ഇവിടെ 25 വരും. 25 × 11 ചെയ്ത് കഴിഞ്ഞാൽ 275 ആവും. അതപ്പോൾ 7 എത്ര കിട്ടും? 4 7 28, 3 7 21, പിന്നെ 6, 9 7 63, പിന്നെ 2 ഉണ്ട്. അപ്പോൾ 39 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരിക. നമ്മുടെ ഓപ്ഷൻസിൽ നോക്കി 40 ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 40 നമുക്ക് ആൻസർ കൂട്ടാം. ഓക്കെ, അടുത്തത് 80% ഓഫ് 1.5 × 4 + സംതിങ് ഈക്വൽ ടു 24. ഓക്കെ, 80% എന്ന് പറഞ്ഞാൽ 4/5 ആണ്. 4 അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 6 വരും. 5 അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ 30 വരും. 1.5 × 4 എത്ര കിട്ടും? 4, 4ൻ്റെ പകുതിയും കൂടെ കൂട്ടും, അപ്പോൾ 6 കിട്ടും. 6ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ 30 കിട്ടുന്നത്? 24. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത് 40% ഓഫ് 900 മൈനസ് 164 ഈക്വൽ ടു %+ 8% ഓഫ് 1200. 8% അല്ലേ, പെർസെൻറ്റേജിൻ്റെ ആ 100ഉം 1200 100 പോകും. 12 8 ചെയ്ത് കഴിഞ്ഞാൽ 96 രൂപ. ഇവിടെ 40% ഓഫ് 900, അതുപോലെ തന്നെ ഈ പെർസെൻറ്റേജിൻ്റെ 2 സീറോയും ഇതും പോകും. ഇത് കൊണ്ട് ചേർത്തിട്ടും 4 36 360 വരും. അപ്പോൾ നോക്കി, 360 നിന്ന് 164 കുറയ്ക്കണം, അതുപോലെ തന്നെ ഒരു 96 കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് കുറച്ചാൽ മതി. 164 4 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 100 ആവും. അപ്പോൾ 160 -160 -100, അപ്പോൾ എത്ര കിട്ടും? -260 കിട്ടും. 360 നിന്ന് 260 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 100 കിട്ടും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അടുത്തത് 171/19 × 18 ഈക്വൽ ടു -134 ഈക്വൽ ടു %. നോക്കി, ഇത് ആദ്യം ചെയ്യണം. 171/19, 19 × 9 ആണ് 171. 18 × 9 എത്ര കിട്ടും? 90 72, 162 വരും. 162 നിന്ന് 134 പറയണം. 134 8ഉം 142, 142 20ഉം 162, അപ്പോൾ 28 എന്ന് നമ്മുടെ ആൻസർ. അടുത്തത് 1 and 1/3 ഓഫ് 96 + 3 and 2/4 ഓഫ് 120 ഈക്വൽ എത്രയാണ്? 1 and 1/3 എന്ന് പറഞ്ഞാൽ 4/3. 3 ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 32 കിട്ടും. 32 × 4 ചെയ്താൽ 120 കിട്ടും. 128 കിട്ടും. 3 and 2/4 ഓഫ് 120 ഇത് എത്ര കിട്ടും? 12ഉം 2ഉം 14, 14/4 കിട്ടും. ഇത് 14/4 × 120. 4 അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 30. 14 3 ചെയ്താൽ 30 12 42, 420. അപ്പോൾ ഇതിൻ്റെ കൂടെ 420 കൂട്ടുക, അതായിരിക്കും നമ്മുടെ ആൻസർ. കൂട്ടി എത്ര കിട്ടും? 548 കിട്ടും നമ്മുടെ ആൻസർ. ഇത് കിടക്കണം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു ക്ലറിക്കൽ പ്രീ ലെവലിൽ സിംപ്ലിഫിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കൊണ്ട് ചോദിക്കുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.